ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചുക്ക് കാപ്പിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പം നമ്മളെല്ലാവരും തന്നെ ഒട്ടുമിക്ക പേരും നാട്ടിലാണേലും പുറത്താണെങ്കിലും ഇപ്പം ഈ കാലാവസ്ഥയുടെ ചേഞ്ചൊക്കെ കൊണ്ട് നല്ലോണം അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടാണ് ജലദോഷം, പനി, അതുപോലെ തന്നെ ചുമ അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ. അപ്പം അതിന് ഒരു മെഡിസിൻ എന്നുള്ള രീതിയിൽ ഞാനൊരു വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം എന്താ പറയുക, മരുന്നൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും എന്നെപ്പോലെ. എനിക്ക് തീരെ ഇഷ്ടമല്ല. മരുന്ന് കഴിക്കാന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. മാക്സിമം ഞാൻ നോക്കും മരുന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഹോമിയോ മരുന്നാണെങ്കിൽ കുഴപ്പമില്ല. അതിന് കുറച്ച് മധുരമൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ എനിക്ക് മറ്റേ മെഡിസിൻ ഉണ്ടല്ലോ, നമ്മളെ ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പം ഞാനിത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ തുളസി ഇലയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ തുളസി ഇല തുളസിയുടെ ഇത് ചെടി കുറച്ചൊന്ന് ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ. ഉണങ്ങി വരുന്നത് വേറെ ഒന്നും കാര്യമില്ല. ദിവസവും നനയ്ക്കണില്ലെങ്കിലും ഇവിടുത്തെ ചൂട് കാരണം ഉണങ്ങി പോകുന്നതാണ്. പിന്നെ ചൂട് വെള്ളമാണ് വരുന്നത്. ലൈറ്റായിട്ടുള്ള ചൂടുള്ള, അപ്പം നമ്മൾ തലേദിവസം ബക്കറ്റിലൊക്കെ പിടിച്ച് വെച്ചിട്ടൊക്കെ വേണം ഒഴിക്കാൻ. എന്നാലും ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ തന്നെ നനയ്ക്കാൻ ഇറങ്ങും. അപ്പോൾ ദേ ഇതൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം തുളസിയില കിട്ടുമോ അത്രയും എടുക്കാം കേട്ടോ. ഒരു കൈപ്പിടി നിറയെ തുളസിയില, അതാണ് അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. പിന്നെ എല്ലാം ഒരു ഏകദേശ അളവിലാണ് കേട്ടോ പറയുന്നത്. കാരണം നമുക്ക് എടുക്കുന്ന വെള്ളത്തിൻ്റെ ഇതിൻ്റെയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഈ ഒരു കാപ്പി നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് കുടിക്കുകയും ചെയ്യാം. കാരണം നമ്മൾ ഏകദേശം ഒരു കുറച്ച് കുറച്ചല്ലേ കുടിക്കുള്ളൂ. ഒന്നിച്ച് നമുക്ക് ചായ ഒന്നും കുടിക്കുന്ന പോലെ കുടിക്കാൻ പറ്റില്ല. കാരണം അത്യാവശ്യം സ്പൈസി കാര്യങ്ങളൊക്കെ വരുന്നൊരു കാപ്പിയും കൂടെയാണ്. എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. നിങ്ങളുടെ തൊണ്ടവേദനയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 2-2.5 ഗ്ലാസ് അളവിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് വെട്ടി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പം വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തുളസിയില പറിക്കാൻ പോകാം. അടുത്തൊക്കെ ഉള്ളതാണെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ പറമ്പിലൊക്കെ അങ്ങെങ്ങാനും കിടക്കുന്നതാണെങ്കിൽ വെള്ളം വെച്ചിട്ട് പോയേക്കല്ലേ. ഗ്യാസിൻ്റെ ചൂട് കൊണ്ട് വെള്ളം തിളച്ച് ഫുള്ള് വറ്റിക്കരിഞ്ഞ് ഒക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് തുളസിയിലയൊക്കെ എടുത്ത് വന്നതിന് ശേഷം നിങ്ങൾ വെള്ളം വെച്ചാൽ മതി. അപ്പോൾ കഴുകി വൃത്തിയാക്കിയൊക്കെ വെക്കുക. എന്നിട്ട് ദേ 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം ഉണ്ടല്ലോ, നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ദേ ഒരു അത്യാവശ്യം ഒരു 10 എണ്ണം നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, അത് തൊലി കളഞ്ഞ് ഒന്ന് കുത്തിയെടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. കുത്തിയെടുത്തില്ലെങ്കിൽ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ടാലും മതി. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുഴുവനോടെ ഇടുന്നതിനും ഒന്നും കൂടെ ഒന്ന് കുത്തിയെടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. പിന്നെ ആ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചി ഉണ്ടല്ലോ, നമ്മുടെ ചുക്ക് കാപ്പിയുള്ള, അപ്പോൾ ചുക്കില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചുക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കണം. എന്നാലേ നമ്മുടെ ഈ ഒരു സത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ എന്നിട്ട് നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. കാരണം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ വെറുതെ വെള്ളം തിളച്ച് വറ്റി അങ്ങ് പോകും. ഇതിൻ്റെ സത്തൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ദേ ഇതിനകത്തോട്ട് ഇനി കുരുമുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 സ്പൂൺ നിറയെ, നമ്മുടെ സാധാരണ സ്പൂൺ ഉണ്ടല്ലോ അതിന് 1 സ്പൂൺ നിറയെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു കുരുമുളകിൻ്റെ എരിവ് എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രയും എടുക്കുന്നത് നല്ലതാണ്. കാരണം ആ ഒരു എരിവ് കൊണ്ടും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു തൊണ്ടയിലെ ബുദ്ധിമുട്ട് നമുക്ക് മാറി കിട്ടുന്നത്. പിന്നെ ഇത് തുളസിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. തുളസിയില നല്ലതുപോലെ കഴുകി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ ഈ സ്പൈസസ് ഉണ്ടല്ലോ, ഏലക്കായി, 2 ഏലക്ക, 2-3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട. എനിക്ക് തോന്നുന്നു ഞാനത് മുമ്പേ ഇട്ടുവെന്ന്. ഞാനത് പറയാൻ മറന്നു പോയതാണ്. അപ്പോൾ ദേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഒട്ടും തന്നെ സൈഡ് എഫക്റ്റ് ഇല്ലാത്തതാണ്. ഇത് എടുത്തെടുത്ത് പറയാൻ കാരണം നമ്മൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ്. ഉള്ളിയാണേലും എന്താണേലും നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്താണേലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സാധാരണ നമ്മൾ മെഡിസിനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്കത് പുറത്തുനിന്ന് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ ഒരുപാട് സൈഡ് എഫക്റ്റുകളുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടറിനെ കാണിച്ച് ചെയ്യുവാണെങ്കിൽ അതൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ അവർ പറയുന്ന ആ ഒരു അളവിൽ കൃത്യമായിട്ട് തന്നെ മരുന്ന് നമ്മൾ കഴിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ഈ തിരക്കിനിടയിൽ ചിലപ്പോൾ നമുക്ക് അത് കഴിക്കാനായിട്ട് ചിലപ്പോൾ 2 ദിവസം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറഞ്ഞെന്ന് കാണുമ്പോൾ പിന്നെ മരുന്ന് നിർത്തും. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് എപ്പോൾ വേണേലും കഴിക്കാം. യാതൊരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം നമ്മൾ ഓൾറെഡി മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് ഇതും കൂടെ കഴിക്കുമ്പം പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടുകയും ചെയ്യും. അപ്പോൾ ദേ ഇതിനകത്തോട്ട് പിന്നെ ചുക്കുപൊടി, ചുക്കിൻ്റെ കാപ്പിപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചുക്ക് കാപ്പിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ കാപ്പിപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുക്കുമ്പം നമ്മൾ കാപ്പിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റും കിട്ടും. നമുക്ക് ഈ ഒരു കഷായത്തിൻ്റെ ഒരു ഫീൽ കിട്ടുകയില്ല. അതായത് നമ്മൾ കാപ്പിപ്പൊടിയുടെ കൂടെ ഈ ഉള്ളിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ചുക്ക് കാപ്പി ഉണ്ടെങ്കിൽ അതും കൂടെ ഇടാം. ഞാൻ ഇടേണ്ട സാധനങ്ങൾ ഒന്നും കൂടെ ഞാൻ പറയാം. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എന്നാലും ഒന്നും കൂടെ പറയാണ്. ചെറിയുള്ളി,
ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക്, തുളസി ഇല, പനിക്കൂർക്കില, പിന്നെ നമ്മൾ ഹോൾ സ്പൈസസിൽ എടുക്കുന്നത് 2 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 1 സ്പൂൺ അളവിൽ ചെറിയ ജീരകം, അതുപോലെ തന്നെ ഒരു 1-1.5 സ്പൂൺ അളവിൽ നമ്മൾ കുരുമുളക് പൊടിച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കാപ്പിപ്പൊടി ചുക്ക് കാപ്പിപ്പൊടി ആയാലും കുഴപ്പമില്ല, നോർമൽ കാപ്പിപ്പൊടി ആയാലും കുഴപ്പമില്ല. ഇനി ഇത് നല്ല ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് നല്ലോണം വെന്തോട്ടെ കേട്ടോ. അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ വെറുതെ വെള്ളം വറ്റി പോകുള്ളൂ, അതിന് സത്ത് നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഇത് വറ്റി നമ്മൾ 2.5 ഗ്ലാസ് വെള്ളമാണ് വെച്ചെങ്കിൽ ഏകദേശം 1 ഗ്ലാസ് എങ്കിലും വറ്റി വന്ന് ഒരു ഗ്ലാസ് ആയിട്ട് നമുക്ക് കിട്ടണം. അതായത് 2.5 ഗ്ലാസ് ഉള്ളത് ഒരു 1-1.5 ഗ്ലാസ് വെള്ളം വരെയുള്ളത് ആയിട്ട് നമുക്ക് കിട്ടണം. അത്രയും നല്ലതുപോലെ വറ്റി അതിനകത്തുള്ള ഉള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാത്തിൻ്റെയും സത്ത് നല്ലതുപോലെ വെന്ത് അതിനകത്ത് ഇറങ്ങി വരും. അപ്പോൾ നമ്മളത് കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്ക് നല്ല ആശ്വാസമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് കുടിക്കുന്നത് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും വേണമെന്നില്ല. പിന്നെ നമ്മൾ ഈ ചുക്കൊക്കെ ഇടുന്നതുകൊണ്ട് നമ്മുടെ ഗ്യാസ് ട്രബിളിനും കുറച്ച് ആശ്വാസം കിട്ടും. വെറും വയറ്റിൽ കുടിക്കാൻ പറ്റാവുന്നവർ കുടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചൂടോട് കൂടി തന്നെ, അതായത് നമുക്ക് മാക്സിമം എത്ര ചൂടോടെ കുടിക്കാൻ പറ്റും. ചിലർക്ക് നല്ല തിളച്ച ചായയൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ല ചൂടോടുകൂടി തന്നെ കുടിക്കാൻ പറ്റും. ചിലർക്ക് അതൊന്ന് മീഡിയം ആയിട്ട്, ചിലർ തീരെ തണുത്ത ചായയാണ് കുടിക്കാറ്. പക്ഷെ അത്രയും തണുക്കാൻ വെക്കേണ്ട, ഒരു ഇളം ചൂടിലെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. മാക്സിമം എത്ര ചൂടെടുക്കാൻ പറ്റുമോ അത്രയും ചൂടിൽ കുടിക്കുക. അപ്പം നമ്മുടെ തൊണ്ടയ്ക്കും ഒക്കെ നല്ലൊരു ആശ്വാസം തന്നെ കിട്ടുകയും ചെയ്യും. എന്നാണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാനിത് ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കാപ്പി ഇതുപോലെ വറ്റി അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാണ് കേട്ടോ. കാരണം എനിക്ക് ഈ കാപ്പിപ്പൊടിയിൽ ഓൾറെഡി ശർക്കരയുടെ ഇത്തിരി ചേർന്നിട്ടുണ്ട്. അപ്പം എന്നാലും ആ ഒരു ഇതിൽ കുടിക്കാൻ പറ്റുന്നവർ കുടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കയ്പ്പൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കര തന്നെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഒരിക്കലും ഇതിനകത്ത് ചേർക്കരുത്. നമ്മുടെ ഈ ഒരു കാപ്പിയുടെ ഗുണം തന്നെ പോയി പോകും. അതുകൊണ്ട് പഞ്ചസാരയല്ല, സാധാരണ നമ്മൾ എന്താ പറയുക, പായസമൊക്കെ വെക്കാൻ എടുക്കുന്ന ശർക്കര ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ കാപ്പിക്കൊക്കെ കിട്ടുന്നൊരു ശർക്കരയുണ്ട്, കാപ്പിക്ക് വേണ്ടിയിട്ടുള്ളൊരു ശർക്കരയുണ്ട്, അതാണേലും മതി കേട്ടോ. കരിപ്പെട്ടിന്നോ അങ്ങനെ എന്തോ പറയുന്നത്, നോർമൽ ശർക്കരയ്ക്കും കരിപ്പെട്ടിന്ന് പറയുമെന്ന് എനിക്കറിയില്ല. എന്താണേലും ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇങ്ങനെ എരിവൊന്നും കൂടുതലായിട്ട് എനിക്ക് കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ശർക്കര ഇട്ട് കൊടുത്തിട്ടാണ് ഇത് കുടിക്കുന്നത് കേട്ടോ. ഒരു ആണി ശർക്കരയാണ്, അപ്പം അതിൻ്റെ ഒരു പകുതിയെങ്കിലും ഞാൻ ഇട്ട് കൊടുത്ത് കാണും. അപ്പം എൻ്റെ പാകത്തിനുള്ള മധുരം ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിത് രാവിലെ തന്നെ കുടിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഞാൻ അതിന് ശേഷമാണ് ഇത് ഡബ് ചെയ്യുന്നത്. എനിക്ക് തൊണ്ടയ്ക്ക് നല്ലൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട്. 2-3 ദിവസമായിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2-3 തവണയാക്കിയിട്ട് എനിക്ക് കുടിക്കണം. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക കേട്ടോ. അതായത് നിങ്ങൾക്കിത് മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.